കഴിഞ്ഞ ദിവസം ഞാൻ കടയ്ക്കലിൽ ഒരു കല്യാണത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ പറഞ്ഞു, സാറേ പറയാതിരിക്കാൻ പറ്റത്തില്ല, KSRTC ജീവനക്കാര് ഇപ്പൊ നമ്മളെ സാർ എന്ന് വിളിച്ചാണ് അഭിസംബോധന ചെയ്യുന്നത്. വലിയൊരു മാറ്റമാണ്. മറ്റേ ടിക്കറ്റ് വേണമെങ്കിൽ സാറേ 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 എന്ന് അങ്ങോട്ട് വിളിക്കണമായിരുന്നു. പക്ഷെ ഇപ്പോൾ വളരെ മാന്യതയോടുകൂടി നമ്മളോട് അവരെ സാർ, മാഡം എന്നൊക്കെ വിളിച്ചാണ് KSRTC ജീവനക്കാർ സംസാരിക്കുന്നത് എന്ന് അവര് പറഞ്ഞപ്പോൾ എനിക്ക് അഭിമാനം തോന്നി KSRTC ജീവനക്കാരെ കുറിച്ച്. ഇവിടെ ദുഷിപ്പ് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട്. കഴിഞ്ഞ വർഷം 9 കോടി 10 കോടിയൊക്കെ കളക്ഷൻ കയറിയപ്പോൾ എന്താ പറഞ്ഞത്, ശബരിമലയല്ലേ കിട്ടുമല്ലോ. പിന്നെ ഇതിനു മുമ്പും ശബരിമല വന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഓണം വന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഇത് പറയുന്ന കേട്ടാ തോന്നുന്നു ഇത് 15 കോടി കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാപനമാണ്. ഇപ്പോൾ LDF സർക്കാർ വളരെ മോശമായി പെരുമാറിയതുകൊണ്ട് 11 കിട്ടിയുള്ളൂ എന്ന് അങ്ങനെ ദുഷിച്ച് കാണണ്ട. അപ്പം ഈ ദുഷ്ടലാക്കോടുകൂടി നടക്കരുത്. നമ്മൾ നന്നാവുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ മാധ്യമങ്ങളെ വിളിച്ചേച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് ശബരിമലയുടെ അല്ലേ, മണ്ഡലകാലത്തിന് നമ്മൾ കൊയ്യുമല്ലോ. കഴിഞ്ഞ വർഷം കൊയ്തോ? കഴിഞ്ഞ വർഷത്തെക്കാൾ ഈ വർഷവും മണ്ഡലകാലത്ത് 2,60,00,000 രൂപയാണ് KSRTCക്ക് പമ്പയിൽ നിന്ന് ആ ഒരു ഓപ്പറേഷനിൽ നിന്ന് കൂടുതൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഒരു സീസൺ മുഴുവൻ കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാൾ 2,60,00,000 രൂപ കൂടുതൽ കിട്ടി. അല്ലാതെ ഈ പറയുന്നത് മണ്ഡലകാലം കഴിഞ്ഞില്ലേ. മണ്ഡലകാലം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് പിന്നെയും 9 കോടി 15 ലക്ഷം? KSRTC ജീവനക്കാർ കഠിനാധ്വാനം ചെയ്യുമ്പോൾ അതിനെ പുച്ഛത്തോടെ മന്ത്രിയാണോ ടിക്കറ്റ് കളക്ട് ചെയ്യുന്നത്? അല്ലല്ലോ. KSRTC ജീവനക്കാർ കഷ്ടപ്പെട്ട് ആളെ കയറ്റി നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരുമ്പോൾ 9 കോടി 15 ലക്ഷം ഉണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ, ചില മടിയന്മാർ, ഒരു ജോലി ചെയ്യാത്ത ആൾക്കാർ മാധ്യമങ്ങൾക്ക് പറഞ്ഞു, മണ്ഡലകാലമല്ലേ അതുകൊണ്ട് കിട്ടുന്ന. മണ്ഡലകാലമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ മണ്ഡലകാലം കഴിഞ്ഞ് ഇപ്പോഴും കാണുന്നത് KSRTC ജീവനക്കാരെ എഫിഷ്യൻസിയാണ് എന്ന് അഭിമാനത്തോടെ പറയും. ആര് കുറ്റം പറഞ്ഞാലും ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും. അവരെ കഴിവ് തന്നെയാണ്.